തിരുവനന്തപുരത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സർക്കാർ കോൺട്രാക്ടറും അദ്ദേഹത്തിന്റെ ഭാര്യയും വീടിനുള്ളിൽ മരിച്ച് കിടക്കുന്നു. ഒരാൾ കഴുത്തിൽ നിന്ന് ചോര വാർന്ന് കഴുത്തിൽ മാരക മുറിവേറ്റ് കമിഴ്ന്ന് കിടക്കുന്നു. മറ്റൊരാൾ വീടിന്റെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്നു. ദാരുണമായ കാഴ്ച. മരിച്ചത് സതീഷ് എന്ന 57 വയസ്സുകാരനും ഭാര്യ 49 വയസ്സുള്ള ബിന്ദു. ഇവർ തമലം സ്വദേശികളാണ്. കരമന കാട്ടാമിള സ്വദേശിയാണ് സതീഷ്, തമലം സ്വദേശിയാണ് ബിന്ദു. ഈ സതീഷിനെ ചെറുപ്പത്തിൽ തന്നെ സതീഷ് വിദേശത്ത് ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമാണ് ബിന്ദുവിനെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചതിന് ശേഷം കോൺട്രാക്ട്, അതായത് കരാർ പണികൾ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കരാർ പണികൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. നല്ല രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സും അതുപോലെ തന്നെ കരാർ പണികളും സതീഷ് ചെയ്തിരുന്നു. ഇതൊക്കെ നാട്ടുകാർക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. പക്ഷേ സതീഷ് പണം റോള് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് SBI ശാഖയിൽ നിന്ന് 60 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. അതോടുകൂടി സതീഷിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ലോൺ തുക വളർന്ന് ഏകദേശം 2.25 കോടി രൂപ ആയി നിൽക്കുന്നു ഈ ഘട്ടത്തിൽ. സതീഷ് 60 ലക്ഷം രൂപ എടുത്തു, ഏകദേശം 1 കോടി രൂപ വരെ തിരിച്ചടച്ചു. പക്ഷേ പിഴപ്പലിശ ഓവർ ഡ്രാഫ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് 2.25 കോടി രൂപയോളം ഇപ്പോൾ സതീഷിന് കടമുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇനി ഈ മരണം എങ്ങനെ സംഭവിച്ചു? പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ഈ മരണം സംഭവിച്ചത് ഒരാൾ ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു, ഹാങ് ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാൽ മറ്റൊരാൾ, ഈ ഹാങ് ചെയ്തയാൾ മറ്റൊരാളെ, അതായത് ഭർത്താവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷമാണ് ഭാര്യ തൂങ്ങി മരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇത് കേൾക്കുമ്പോഴാണ് ഈ ബിന്ദുവിനെയും സതീഷിനെയും അറിയാവുന്ന ആളുകൾ മൂക്കത്ത് കൈവയ്ക്കുന്നത്. ബിന്ദു അങ്ങനെ ചെയ്യുമോ? അത് ചെയ്യാനുള്ള മനസാന്നിധ്യമൊക്കെ ബിന്ദുവിന് ഉണ്ടോ എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും സംശയിക്കുന്നത്. കാരണം സതീഷ് ബിന്ദു ദമ്പതികൾക്ക് അങ്ങനെ കുടുംബകലഹവും മറ്റ് പ്രശ്നങ്ങളോ ഉള്ളതായി ബന്ധുക്കൾ പറയുന്നില്ല. അവർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതായും അറിയില്ല. ഒരു മകനുണ്ടായിരുന്നു. മകനും അച്ഛൻ്റെ കടം തീർക്കാൻ വേണ്ടി കരാർ പണികളൊക്കെ എടുത്ത് ചെയ്തു നോക്കി. പക്ഷേ അത് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സൗദി അറേബ്യയിലേക്ക് 1 മാസം മുമ്പ് പോയത് സബിത്ത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ്റെ അമ്മയെ മരണവാർത്ത അറിഞ്ഞ് ഇന്നലെ തന്നെ നാട്ടിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും, സംസ്കാരവും നടക്കുമെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ 2.25 കോടി രൂപ കടം, 60 ലക്ഷം രൂപ കടമെടുക്കുമ്പോൾ 2 വീടുകൾ, അതായത് ഇവർ ഇപ്പോൾ താമസിക്കുന്ന കേശവ ഭവനും അതുപോലെ മുടവൻ മുകളിലുള്ള മറ്റൊരു വീടും ഈടായി നൽകിയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി മുടവൻ മുകളിലെ വീട് ബാങ്ക് അറ്റാച്ച് ചെയ്തു. ഈ വീടും ഇപ്പോൾ താമസിക്കുന്ന വീടും ജപ്തി ചെയ്യുമെന്ന് 3 തവണ ബാങ്ക് അധികൃതർ ഈ വീട്ടിലെത്തി തന്നെ ഇവരോട് പറഞ്ഞിരുന്നു. അന്നൊക്കെ നാട്ടുകാരിടപെട്ടാണ് ബാങ്കുകാരെ പറഞ്ഞ് വിടുന്നതൊക്കെ. അതിനുശേഷം ഇന്ന്, അതായത് തിങ്കളാഴ്ച, ഈ വീട് ജപ്തി ചെയ്യും, അത് ഉറപ്പാണ് എന്ന് ബാങ്കുകാർ പറഞ്ഞപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതെന്ന് ബന്ധുക്കൾ ഓർക്കുന്നു. രാവിലെ, അതായത് തലേ ദിവസം ഈ സതീഷിനെ രാത്രി 8 മണിക്ക് ശേഷവും വീടിന്റെ വരാന്തയിൽ കണ്ടവരുണ്ട്. ഭാര്യ ബിന്ദുവിനെ വളർത്തുനായ്ക്കൊപ്പം രാത്രി 9:30ക്കും വീടിന്റെ മുൻവശത്ത് കണ്ടവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ വളരെ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പോയവരാണെങ്കിൽ എങ്ങനെ ഇത് സാധ്യമാകും? എങ്ങനെ ഈ കൊലപാതകവും ആത്മഹത്യയും നടക്കും എന്ന് അന്തിച്ചു നിൽക്കുകയാണ് തമലത്തും കാട്ടാമളയിലുള്ള ആളുകൾ, ഇവരെ അറിയാവുന്ന ആളുകളൊക്കെ. ഇത് ബിന്ദുവിനെ തലേ ദിവസം വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ വിളിക്കുമ്പോൾ ബിന്ദു ഫോൺ എടുക്കുന്നില്ല, സതീഷ് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ബിന്ദുവിന്റെ സഹോദരൻ ബിനു ബിന്ദുവിന്റെ വീട്ടിൽ വരുന്നു. ഇവരുടെ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഏറിയാൽ 1-1.5 കിലോമീറ്ററോ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ബിന്ദുവിന്റെ വീടും സതീഷിന്റെ കുടുംബ വീടും ഒക്കെ ഉള്ളത്. അപ്പോൾ ബിനു ഈ സ്ഥലത്ത് വന്ന് വിളിച്ചു നോക്കുന്നു. ആരും പ്രതികരിക്കുന്നില്ല. ഫോൺ വിളിക്കുന്നു, റിങ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. അപ്പോഴെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അടുത്ത വീട്ടിൽ സതീഷിന്റെ സഹോദരൻ ശിവൻകുട്ടിയെ ബിനു പോയി കാണുന്നു. എന്നിട്ട് പറയുന്നു അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ശിവൻകുട്ടി രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ശിവൻകുട്ടിയും വന്ന് നോക്കുമ്പോൾ ഒരു ജനാലപ്പാളി കുറച്ച് തുറന്നിട്ടുണ്ട്. അതുവഴി നോക്കുമ്പോഴാണ് ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കാണുന്നത്. പിന്നീട് ഉടനെ മുൻ കൗൺസിലറെ അറിയിക്കുന്നു. പോലീസ് വരുന്നു. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക്, അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് VSDPയുടെ നേതാക്കളും നാട്ടുകാരും ചേർന്ന് എതിർത്തത്. ബാങ്കുകാരാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ. അവർ സമാധാനം പറയണം
എന്ന തരത്തിൽ പ്രതിഷേധം കനക്കുന്നു. തഹസിൽദാരോ ജില്ലാ കളക്ടറോ സ്ഥലത്തെത്തിയ ശേഷം മാത്രമേ ഈ ബോഡി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് നാട്ടുകാരും VSDPക്കാരും ശഠിക്കുന്നു. അങ്ങനെ 8 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ തഹസിൽദാർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്ന് SBI ഓഫീസിന് മുന്നിൽ മൃതദേഹം വെച്ച് സമരം ചെയ്യുമെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ക്രൂരമായ ഒരു ഇടപാടാണ് ജപ്തി സംഭവത്തിൽ നടന്നത്. എങ്കിലും ഈ നാട്ടുകാരുടെ സംശയം മാറുന്നില്ല. ബിന്ദു ഈ സതീഷ് കിടന്നുറങ്ങിയതിന് ശേഷം കഴുത്തറുത്തു എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. കിടന്ന് ഉറങ്ങുമ്പോൾ കഴുത്തറുത്തു, അതിനുശേഷം ബിന്ദു ഹാങ് ചെയ്തു എന്നാണ് പ്രചരിക്കുന്നത്. പക്ഷേ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, അല്ലെങ്കിൽ ഇത് ശരിയാണോ, ഇങ്ങനെയാണോ സംഭവിച്ചത്, അതോ മറ്റെന്തെങ്കിലും ബാഹ്യ ഘടകങ്ങൾ ഇതിനകത്തുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ഒക്കെ പുറത്തു വരണം. അത് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ എന്ത് പറയുന്നു, മരണസമയം എത്രയാണ്, ബിന്ദു ഇത് ചെയ്യുമോ, ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ബിന്ദുവിനുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ B ക്ലാസ് ലൈസൻസ് ഉള്ള കോൺട്രാക്ടർ സതീഷിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മരണം തിരുവനന്തപുരം പട്ടണത്തെയും അതുപോലെ തന്നെ കോൺട്രാക്ടർ ഫെഡറേഷനെയും നാട്ടുകാരെയും ഒക്കെ ഒരുപോലെ നടുക്കിയിട്ടുണ്ട്.